ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തെരച്ചിൽ രാവിലെ തന്നെ പുനരാരംഭിച്ചു. NDRF സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ. NDRF ടീമിനൊപ്പം ഫയർഫോഴ്സും സ്കൂബ ടീമും റോബോട്ടിക് യന്ത്രവും തുരങ്കത്തിൽ ഇറങ്ങും. അതേസമയം മാലിന്യം നീക്കലാണ് ആദ്യഘട്ടമെന്ന് NDRF കമാൻഡർ പ്രതികരിച്ചു. തുരങ്കത്തിലൂടെ അധിക ദൂരം ജോയ് പോയിട്ടുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. സെർച്ച് ചെയ്ത് വെച്ചിട്ട് നാം നോക്കുമ്പോൾ അവിടെ ബോഡി ഒരുപാട് ദൂരം പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്, എനിക്കറിയില്ല. എൻ്റെ ഒരു അസസ്മെൻറ്റ് ഇതാണ്. ഇപ്പം ബോഡി അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ച് ആക്സസ് എടുത്തിട്ട് ഈ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആക്സസ് ഉണ്ടാക്കി കുറച്ച് മുന്നോട്ട് പോവുക, ഡീപ് ഡൈവേഴ്സിനെ ഇറക്കി ഒന്ന് നോക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതെ, ഇപ്പോഴത്തേന് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും വേസ്റ്റ് ഉള്ളതുകൊണ്ട് ബോഡി പോകാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് വെച്ചിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമ്മളോടൊപ്പം തത്സമയം അവിടെ നിന്ന് ചേരുന്നത് ടിൻഡു ദാസും അഖിൽ പാലോട്ട് മഠമാണ്. ആദ്യം ടിൻഡുവിലേക്ക് തന്നെ എത്താം. ടിൻഡു, തെരച്ചിൽ പുനരാരംഭിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? അനു, ആമയിഴഞ്ചാൻ തോടിൽ ഒരു സാധാരണക്കാരൻ അകപ്പെട്ടിട്ട് ഏതാണ്ട് 20 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ മാലിന്യം നീക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ പുരോഗമിക്കാൻ കഴിഞ്ഞു ഉള്ളതെന്നാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 20 മണിക്കൂറുകളിലും ആമയിഴഞ്ചാൻ തോട്ടിലെ ഈ ചെറിയ ഭാഗത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് കോർപ്പറേഷനും റെയിൽവേയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ചെയ്തിട്ടുള്ളത്. ഫയർഫോഴ്സിന് ഈ ടണൽ എന്ന് പറയുന്ന ആമയിഴഞ്ചാൻ തോടിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ അകത്തുകൂടി പോകുന്ന ടണൽ എന്ന് പറയുന്നത് 119 മീറ്ററാണ്. ഈ 119 മീറ്ററിൽ ഏതാണ്ട് 40 മീറ്റർ വരെ ഇന്നലെ പോകാൻ സാധിച്ചിട്ടുണ്ട്. 3 ഇടങ്ങളിലായിട്ട് സ്ലാബുകൾ മാറ്റിക്കൊണ്ട് റോബോട്ടിക്സ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ വേസ്റ്റ് മാറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും വിഫലമായിരുന്നു. ആമയിഴഞ്ചാൻ തോടിന്റെ അങ്ങേത്തലയ്ക്കൽ, അതായത് റെയിൽവേ സ്റ്റേഷന്റെ മറുഭാഗത്ത് വേസ്റ്റുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നീക്കം ചെയ്ത് കരയിലേക്ക് ഇട്ടിരുന്നു. അവിടെ നിന്നാണ് ഈ ജോയും അതോടൊപ്പം തന്നെ കൂട്ടുകാരും അല്ലെങ്കിൽ ജോയുടെ കൂടെ ഉള്ള ജോലിക്കാരും ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ഈ തോട്ടിലേക്ക് വീഴുന്നത്. തോട്ടിൽ വീണ് കഴിഞ്ഞ് മണിക്കൂറുകൾ ഇവിടെ പോലീസും ഫയർഫോഴ്സും അന്വേഷണം നടത്തി. ഏതാണ്ട് 4 സ്കൂബ ഡൈവേഴ്സാണ് ഇന്നലെ ഈ ടണലിൽ കൂടി കയറി അല്ലെങ്കിൽ ഈ ടണലിനകത്തുകൂടി കയറി അന്വേഷണം നടത്തിയത്. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രതിസന്ധി ആയിരുന്നതെന്ന് പറയുന്നത് ഈ മാലിന്യം തന്നെയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തുണിയും. അത് പ്ലാസ്റ്റിക് ഒരു വിധത്തിലെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു. പക്ഷേ തുണിയും അതുപോലുള്ള മാലിന്യങ്ങളും ചെളിയുമായി കുരുങ്ങി ഒരു കുഴമ്പ് രൂപത്തിൽ ടണലിനകത്ത് കിടക്കുകയാണ്. അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യം. JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ പുറത്തേക്ക് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. പക്ഷേ അതും പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്നും സമാനമായ രീതിയിൽ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ആദ്യഘട്ടം ചെയ്യുന്നത്. ഇപ്പോൾ NDRF ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. 30ഓളം കമാൻഡ് അംഗങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കമാൻഡർ പ്രതീഷ് നയിക്കുന്ന ടീമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പത്തനംതിട്ട തിരുവല്ല യൂണിറ്റിൽ നിന്നുമാണ് ഇവർ രാവിലെ ഇത്തരത്തിൽ ഇവിടെ എത്തിയതിനു ശേഷം കോർപ്പറേഷൻ ഭാഗത്തു നിന്നും പ്രതിനിധി വന്ന് ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് പറയണമായിരുന്നു. പക്ഷേ അതിനൊരു കാലതാമസമുണ്ടായി. അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും പ്രതിനിധികൾ എത്താനും അതോടൊപ്പം തന്നെ മറ്റു അധികാരികൾ എത്താനും അല്പം വൈകി. അതോടൊപ്പം തന്നെ ആ സമയത്ത് കുറച്ച് സമയം നഷ്ടമുണ്ടായി. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും NDRF ഒക്കെ ചേർന്ന് സമ്മിശ്രമായിട്ട് അല്ലെങ്കിൽ തന്നെ എല്ലാവരും കൂടി ചേർന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരച്ചിലാണ് നിലവിൽ ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്നത്. ഏതാണ്ട് ഇന്നലെ 40 മീറ്ററോളം ഉള്ളിലേക്ക് ചെന്നിരുന്നു എന്നാണ് ഫയർഫോഴ്സ് NDRFന് നൽകിയിട്ടുള്ള വിവരം. ഒരു 50 മീറ്ററിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ജോയി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് NDRFും പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ 50 മീറ്ററിനുള്ളിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്കറിയാം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇതിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത്, അതായത് 3ാമത്തെ റെയിൽവേ സ്റ്റേഷനകത്ത് 3ാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്താണ് ഈ 50 മീറ്റർ അവസാനിക്കുന്നത്. അവിടം വരെ ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഫയർഫോഴ്സും NDRF അതിനകത്തു കൂടി പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇന്നലെ 2ാമത്തെ പ്ലാറ്റ്ഫോം വരെ ഉള്ളിടത്ത് സ്ലാബുകൾ ഇളക്കിക്കൊണ്ട് ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. സ്ലാബുകൾ ഇളക്കി റോബോട്ടിക്സിനെ അല്ലെങ്കിൽ റോബോട്ടുകളെ ഇറക്കി അവിടെ നിന്ന് മാലിന്യം പുറത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്നലെ നടത്തിയിരുന്നു. പക്ഷെ അത് ഒരു പരിധിവരെയൊക്കെ ചെയ്തുവെങ്കിലും അതാണ് ചോദിക്കാൻ വന്നത്. ഈ റോബോട്ടിക് സംവിധാനം എന്നൊക്കെ നമുക്ക് കേൾക്കാൻ നല്ല സുഖമുണ്ട്.
നമുക്ക് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. പക്ഷേ ഈ റോബോട്ടിക് സംവിധാനം എത്ര കണ്ട് കാര്യക്ഷമമാണെന്നാണ് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യപ്പെട്ടത്? തീർച്ചയായിട്ടും അത്തരത്തിൽ ആ റോബോട്ടിക് സംവിധാനം നമുക്ക് ഇവിടെ പ്രായോഗികമായിട്ട് ഉപയോഗപ്പെടുത്താമോ എന്ന് അറിയില്ല. കാരണം അല്ലെങ്കിൽ അത്തരത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു ടണലിനകത്ത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മാലിന്യമൊന്നും ഇല്ലാത്ത ഒരു കുഴൽക്കിണറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടണലിനകത്തോ നിന്ന് ഒരു വസ്തുവിനെ പുറത്തേക്ക് എടുക്കാനായിട്ടാണ് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എമൽഷൻ രൂപത്തിലാണ് കിടക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുണി അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കുപരി തുണിയും പിന്നെ മണ്ണും ചെളിയും ഒക്കെ കാലങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയും ഒരു കുഴമ്പ് പോലെയാണ് അതിനകത്ത് അടിഞ്ഞു കിടക്കുന്നത്. അത് പുറത്തേക്ക് എടുക്കാൻ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ സ്കൂബ ഡൈവേഴ്സിനുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇവിടെ മുട്ടിൻ താഴെ മാത്രമാണ് വെള്ളമുള്ളത്. അപ്പോൾ ഈ ടണലിനകത്ത് കൂടി ഒരാൾ പൊക്കം പോലും ഇല്ലാത്ത ടണലാണ്. അതിനകത്ത് കൂടി കുനിഞ്ഞ് ഈ ചെളികൾക്കിടയിലൂടെ അകത്തേക്ക് പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ബിജു പ്രഭാകർ കളക്ടറായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കുന്നു. ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കുന്ന സമയത്താണ് അവസാനമായിട്ട് ആമഴഞ്ചാൻ തോടിന് അപ്രോച്ചായിട്ട് വരുന്ന ഈ ടണൽ വൃത്തിയാക്കിയിട്ടുള്ളത്. അതായത് അന്ന് വൃത്തിയാക്കാനായിട്ട് തൊഴിലാളികൾ ഇറങ്ങാൻ വിസമ്മതിച്ചിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷൻ അകത്തുകൂടെയാണ് പോകുന്നത്. മറ്റ് ഈ മാലിന്യങ്ങൾ, അതായത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഇതിനകത്തേക്ക് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ അന്ന് തൊഴിലാളികൾ ഇറങ്ങാൻ വിസമ്മതിച്ചിരുന്നു. അന്ന് ഒരാൾ മാത്രമാണ് ഈ ടണലിനകത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ഓക്സിജന്റെ അളവ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് അധികം സമയം നിൽക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും വെളിച്ചവും കുറവാണ്. വെളിച്ചം ഈ അകത്തേക്ക് കയറും തോറും വെളിച്ചവും ഇല്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ശബ്ദവും ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഈ ടണലിനകത്തേക്ക് എത്ര സമയം ടണലിനകത്ത് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇന്നലെ ഈ സ്കൂബ ടീമിനെയും ഇന്നലെ ബാധിച്ചത് തന്നെയാണ്. അധിക സമയം ഇതിനകത്തേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. ഇവർക്ക് ഈ കൈകൾ കോർത്തിണക്കിക്കൊണ്ട് 4 പേരാണ് ഇവിടെ ഉള്ള സ്കൂബ ഡൈവേഴ്സ് ഉള്ളത്. കൈകൾ കോർത്തുകൊണ്ട് ടണലിനകത്തേക്ക് കയറി ഒരാൾ അകത്തേക്ക് കയറും, മറ്റുള്ളവർ സപ്പോർട്ടായിട്ട് പിടിച്ചിരിക്കും. അതിനുശേഷമാണ് ഈ മാലിന്യങ്ങൾ പുറത്തേക്കാക്കുന്നത്. പക്ഷേ അത് ഒരുപാട് സമയം അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം വെള്ളത്തിന് ചെറുതായിട്ട് ഒഴുക്കുണ്ട്. ഈ വെള്ളത്തിൽ ഒഴുകുന്നതോടൊപ്പം തന്നെ അടിയിൽ കൂടി മാലിന്യം ഒഴുകി വന്ന് ഒരു ചുഴി പോലെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ടണലിനകത്തേക്ക് കയറുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഈ ടണലിനകത്ത് 3 ഇടങ്ങളിലായിട്ട് ഇരുമ്പ് കമ്പികൾ കൊണ്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇരുമ്പ് കമ്പികൾ കൊണ്ട് ഗേറ്റ് രൂപേണ സ്ഥാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോഴും ആ ടണൽ തുടങ്ങുന്നിടത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ട്. അവിടേക്ക് വീണ്ടും ഒഴുകി എത്തുന്നുണ്ട്. നമുക്ക് അഖിൽ പാലോട്ട് മഠത്തിലേക്ക് കൂടി പോയി വരാം എന്ന് തോന്നുന്നു. അഖിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ ലൈവിൽ കണ്ടത്. ഈ വായുസഞ്ചാരം വളരെ കുറവാണ്, ശ്രമകരമായ ദൗത്യമാണ് എന്ന് വരുന്നവരൊക്കെയും NDRF സംഘമടക്കം അത് വ്യക്തമാക്കുന്നുമുണ്ട്. എത്ര കണ്ട് ദുഷ്കരമാണെന്നാണ് ഈ ദൗത്യ സംഘത്തിൻ്റെ ആൾക്കാർ പറയുന്നത്? ശരി, ഞാൻ അഖിൽ വരാം. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഈ രക്ഷാ ദൗത്യം വളരെ ശ്രമകരമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഓരോ ദൗത്യ സംഘവും. എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത്തരം വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത്? അതൊന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഈ ഇതുപോലെ ഒരു ദുഷ്കരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പോംവഴികൾ കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷന് താഴെയുള്ള അടിയിൽ കൂടെ പോകുന്ന ഓടയിൽ ഞങ്ങൾ ഓപ്പറേഷൻ അനന്തം നടത്തിയ സമയത്ത് അത് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആദ്യം റെയിൽവേ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് കാര്യമില്ല. അപ്പം ഞാൻ അപ്പം തന്നെ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഈ റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ച് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ചെയ്തേ മതിയാവുള്ളൂ, കാരണം ഇത് മാറ്റിയില്ലെങ്കിൽ സമ്പന്നൂർ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ, ഞങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു.
അപ്പൊ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അതിനകത്ത് കയറുന്ന തൊഴിലാളികൾ പിന്നെ മോഹാലിസ്യപ്പെട്ട് വീഴുന്നു. അപ്പൊ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവസാനം യന്ത്രക്കൈകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ നിന്ന് 40 ടൺ അഴുക്കാണ് മാലിന്യമാണ് അവിടെ നിന്നും മാറ്റിയത്. അത് മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ തൊഴിലാളികളെ ഒരിക്കലും നിയോഗിക്കരുത്. പാവപ്പെട്ട ഈ മനുഷ്യര് അവർക്ക് എന്തെങ്കിലും പണം കിട്ടാൻ വേണ്ടിയിട്ട് അവരിത് ചെയ്യുന്നു. അവരുടെ ജീവൻ അപായപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. മനുഷ്യജീവൻ എന്ത് വിലയാണ് ഉള്ളത്? അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ ഇതിന് മുമ്പ് ഇത് ചെയ്തതാണല്ലോ. അന്ന് 40 ടൺ നീക്കിയപ്പോഴും ഒരാളും അവിടെ മരിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അത് അതുപോലെ ചെയ്തില്ല? അത് കുറ്റകരമായ അനാസ്ഥയല്ലേ കാണിക്കുന്നത്? നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പോംവഴികൾ കണ്ടെത്തി ഇതിന് മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്, അന്ന് അപകടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യണ്ടേ? മുമ്പ് ചെയ്തിട്ടുള്ളവരോട് ചോദിക്കണ്ടേ? സാർ, ഇന്നലെയും റെയിൽവേ, പിന്നെ നഗരസഭ, സർക്കാർ ഇങ്ങനെയുള്ള സംശയങ്ങൾ, ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കുമെന്ന സംശയങ്ങൾ ഇന്നലെയും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആരാണ് ശരിക്കും ഉത്തരവാദി? ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ റോഡിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ പറയും, അയ്യോ സാറേ ഇത് NH-ന്റെ സ്ഥലമാണ്, നമുക്ക് തൊടാൻ പറ്റില്ല, ഇത് PWD റോഡ്സിൻ്റെതാണ്, അല്ലെങ്കിൽ പറയും ഇത് കോർപ്പറേഷന്റെയാണ്. അപ്പൊ ഇങ്ങനെ തർക്കങ്ങൾ വരുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല സൗകര്യമാണ്, ഇത് പറഞ്ഞിട്ട് അവരങ്ങ് മാറും. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ഓവർ റൂൾ ചെയ്യാനായിട്ട് ചീഫ് സെക്രട്ടറിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ചീഫ് സെക്രട്ടറി വേണം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ, അതിനുള്ള കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അല്ല ചുമ്മാ കുറച്ച് ചോട്ട ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് നിർത്തിയിട്ട് എന്താ കാര്യം? പിന്നെ ഇവിടെ കാണുന്നില്ല, ഇവിടെ മന്ത്രിമാരെ പിടിച്ച്. അപ്പോഴാണ് അങ്ങയുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. ഈ നഗരത്തിലെ മലിനജലം എങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനെ പറ്റി ആധികാരികമായി പഠിച്ച ഒരാളാണല്ലോ അങ്ങ്. ഇത് നിർഭാഗ്യവശം എന്തറിയാമോ, ഈ മാലിന്യ നിർമ്മാർജ്ജനം ഒന്നും ആർക്കും അത്ര വലിയ താല്പര്യമുള്ള വിഷയമല്ല. കാരണം ഇതൊരു ഗ്ലാമറസ് ജോബ് അല്ല. നമ്മുടെ IAS ഓഫീസേഴ്സിന് പിന്നെ അഴുക്ക് ചാലിലൊക്കെ പോയി നിൽക്കണം എന്ന് പറയുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അവർക്ക് ശീതീകരിച്ചാൽ മുറിക്കാതിരുന്നുകൊണ്ട് ഉത്തരവ് ഇഷ്യൂ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു മനസ്സ് വേണം. ഇത് നമ്മളുടെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ എത്ര നാളായിട്ട് ഇത് കേൾക്കുന്നു. ഇതിനോടകം കഴിഞ്ഞ 10-20 വർഷമായിട്ട് എത്ര കോടി രൂപയാണ് ഇവിടെ ചെലവഴിച്ചത്. എന്നിട്ടും ഇന്നും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ നമ്മുടെ കഴിവുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇതെന്താ റോക്കറ്റ് സയൻസ് വല്ലതും ആണോ? ഇത് പഠിച്ചെടുക്കാനായിട്ട്, ഇത് മനസ്സിലാക്കാനായിട്ട് ഇത്രയും നാളും ഇത് പറഞ്ഞിട്ടും ഇപ്പോഴെങ്കിലും നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് ഒരു അറിവുണ്ടോ? നമുക്കൊരു ഒരു വേസ്റ്റ് പിന്നെ കൊണ്ടുപോകുന്ന എങ്ങനെയാണ്, എവിടേക്കാണ് വെള്ളം ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി. ഈ ആമേഴഞ്ചാൻ തോടും ആ തുരങ്കവും ഒക്കെ ഇപ്പോഴും ഭൂമിശാസ്ത്രപരമായി എങ്ങനെയാണെന്ന് പോലും ഒരു തീർച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. സത്യം. കാരണം ഇത് പലർക്കും അറിയില്ല ഇത് എങ്ങോട്ടാണ് ഒഴുകുന്നത്. ഒരു ഗവൺമെന്റ് പറയുന്നത് അടിയന്തരമായിട്ട് ചെയ്യണം, കുറെ പണം അങ്ങോട്ട് കൊടുക്കും, ഉടനെ കുറെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അതല്ല, ഇത് നേരത്തെ എവിടെ കൂടെ പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ എഞ്ചിനീയർമാരോട് വളരെയധികം ദേഷ്യപ്പെട്ടു. കാരണം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ല, എവിടെയാണ് ഇത് ഓടയെന്ന് പോലും അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് 1935 CP രാമസ്വാമയ്യരുടെ കാലത്ത് ഇവിടെ ട്രിവാൻഡ്രം നഗരത്തിന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഓടകൾ കണ്ടുപിടിച്ച് അതാണ് ക്ലീൻ ചെയ്തത്. അതുകൊണ്ടാണ് അന്ന് ഫലപ്രദമായത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് എന്താ? ഒരിക്കലും ഇത് ചെയ്തു. അപ്പൊ ഈ പ്ലാൻസ് എല്ലാം നമ്മൾ റെഡി ആയിരിക്കണം. ഇനി അടുത്ത വർഷം വരുന്ന ഒരു എഞ്ചിനീയർ പുതിയൊരു എഞ്ചിനീയർ ആയിരിക്കും. എവിടെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ വരും. തിരുവനന്തപുരം നഗരത്തെ കുറിച്ച് ഒരു ഊഹവും അയക്കുണ്ടാവില്ല, ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ വക കാര്യങ്ങളിൽ നമുക്ക് എല്ലാ വർഷവും ഇത് ഉണ്ടാകുന്നു. ഒരു ചെറിയ മഴ വന്നാൽ നഗരം വെള്ളത്തിനടിയിലാകുന്നു എന്നുള്ള ഗതികേട് നമുക്ക് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാം നേരത്തെ ഉണ്ടായ അറിവെല്ലാം വെച്ച് നമ്മുടെ നാടൻ അറിവുകളുണ്ട്. സാധാരണക്കാരായ ആൾക്കാർ പറഞ്ഞു തരും, ഇവിടെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അല്ലാതെ എഞ്ചിനീയർമാരെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ ഈ കോർപ്പറേഷൻ അവിടെ ഇവിടെയൊക്കെ ക്ലോസ് സെക്യൂരിറ്റി TV ക്യാമറ വെച്ചിട്ടുണ്ട്. എത്ര പേര് ഇതിനോട് നമ്മൾ ശിക്ഷിച്ചു? ഒന്ന് കണക്കെടുക്കാമോ? പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നടപടി എടുക്കല്ലോ. അങ്ങ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു, പഠിച്ചു, അത് എവിടെ എത്തി?
അത് ഞാനിപ്പോ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ആരും ഇന്ന് വരെ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നിട്ടില്ല ഇതെന്താ സാറേ ചെയ്തതെന്ന് ചോദിക്കില്ല. ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ നിങ്ങളെ പോലുള്ളവരെ ഇത് പലരും ചോദിച്ചാൽ നമ്മളിത് പറയുന്നു എന്നല്ലാതെ ഇന്ന് വരെ അതിനുശേഷം വന്ന ഒരു ഉദ്യോഗസ്ഥനും നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടില്ല. ഇതൊക്കെ ഇതിനകത്തൊക്കെ എന്ത് ഈഗോ പ്രോബ്ലം ആണുള്ളത്? ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത്, കാണേണ്ടത്? ഇത് നമ്മുടെ നഗരത്തിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. തിരുവനന്തപുരത്തെ പ്രശ്നത്തിനേക്കാളും രൂക്ഷമാണ് കൊച്ചിയിലെ പ്രശ്നം. അപ്പൊ ഇവിടെയൊക്കെ ഈ നേരത്തെ ചെയ്ത് പരിചയമുള്ളവരുടെ അഭിപ്രായം ചോദിക്കുകയോ അവരുടെ അറിവ് ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ എന്നോട് ആരും കൺസൾട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി പറയാനല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അത് നമ്മുടെ ഒരു പൊതുവായ ഒരു കാര്യമാണ്. അത് അതുകൊണ്ടാണ് ഇത് നമ്മൾ ആവർത്തിച്ച് ഉണ്ടാകുന്നത്.